ഞാൻ സത്യത്തിൽ കണ്ട് ഞെട്ടിയേട്ടാ. എന്നാലും എങ്ങനെ ഇതിന്റെ സീക്രട്ട് എനിക്ക് പിടികിട്ടുന്നില്ല. സത്യത്തിൽ അതല്ല, ഞാൻ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ മുതൽ ഇവന്റെ പരിപാടികൾ തുടങ്ങിയപ്പോൾ മുതൽ നോക്കുകയാണ്, ഇത് തീരുന്നില്ല. ഞാൻ ആദ്യം വിചാരിച്ചിട്ട് ഇനി ഫേക്ക് ആണോ, വല്ല ഇനി ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ വല്ല പരസ്യമാണോ എന്ന് വരെ തെറ്റിദ്ധരിച്ചു. നമസ്കാരം, മിസ്റ്ററിസ്റ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ടല്ലോ, ഞാൻ ആദ്യം വിചാരിച്ചത് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യണോ, ഇത്തരത്തിലൊരു കാര്യം നമ്മൾ ഒരു പബ്ലിക് വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷെ കുഴപ്പമില്ല, ഈ വീഡിയോ ഒരു പെൺകുട്ടി തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത്. അപ്പം ഒരു ദിവസം അർദ്ധരാത്രി അല്ലെങ്കിൽ വെളുപ്പം കാലത്ത് ഏകദേശം 1 മണി ആ സമയത്ത് ആ കുട്ടിക്കുണ്ടായ ഒരു അനുഭവം. കുട്ടി കണ്ണൂർ തളിപ്പറമ്പിൽ അവിടുത്തെ ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ തളിപ്പറമ്പ് ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്, നടു റോഡിലാണ്, റോഡ് സൈഡിലാണ്. അപ്പോൾ ആ സമയത്തുണ്ടായിരുന്ന ഒരു കാഴ്ച, ഒരു യുവാവിൻ്റെ, നോർത്ത് ഇന്ത്യൻ ആണോ, അതിഥി തൊഴിലാളിയാണോ, അതോ നമ്മുടെ നാട്ടുകാരനാണോ എന്നൊന്നും അറിയില്ല. എന്നാൽ ഫസ്റ്റ് തന്നെ നമുക്ക് ആ വീഡിയോ ഒന്ന് നോക്കാം. ഇതാ കണ്ടില്ലേ, നടു റോഡിലാണ് പുള്ളി പരിപാടി ചെയ്തു വെക്കുന്നത്. ഇയാള് മലയാളിയാണോ അതോ വല്ല അതിഥി തൊഴിലാളിയാണോ ഒന്നും അറിയില്ല. നേരെ റോഡിലേക്കാണ്. അതും ഇത് രാത്രി ഏകദേശം 1 മണി ആ സമയത്തൊക്കെയാണ്. അധികം ആളുകളൊന്നും ഇല്ല, പക്ഷെ ഒരു ടൗൺ ഏരിയ ആയതുകൊണ്ട് തന്നെ ഈ സമയത്തൊക്കെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നതാണ്. അതേപോലെ തന്നെ കണ്ടില്ലേ, രാത്രിയിലെ ആൾക്കാർ, സ്ത്രീകളും കുട്ടികളൊക്കെ പോകുന്നതാണ്. പുള്ളി പരിപാടി കഴിഞ്ഞു, നേരെ, ഞാൻ വീട് കുറച്ച് കട്ട് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്, നേരെ പോയി കിടക്കുകയാണ്, ഏതോ ഒരു മൂലയ്ക്ക് കിടക്കുകയാണ്. അപ്പൊ ഇത് തളിപ്പറമ്പിലാണ്, കണ്ണൂര് തളിപ്പറമ്പില് ബസ് സ്റ്റോപ്പിലാണ് ഈ സംഭവം. ഏതായാലും ഓട്ടക്കാരൻ ചേട്ടനാന്ന് തോന്നുന്നു. പുള്ളി വന്ന് അടിച്ച് അവനോട് പറയുന്നുണ്ട്, പോയി എന്ത് പണിയാടെ കാണിച്ചു വെച്ചിരിക്കുന്നത്, പോയി വെള്ളം ഒടിച്ച് കഴുകടാന്നാണ് പറയുന്നത്. കണ്ടിട്ട് ബംഗാളി ലുക്കൊന്നും ഇല്ലല്ലോ, അറിയില്ല. എന്തായാലും ഇവനൊക്കെ ഇല്ല, ഇത്തരത്തിലുള്ള അത്യാവശ്യ സാഹചര്യങ്ങളൊക്കെ ഒരു പബ്ലിക് ഏരിയയിൽ ചെല്ലുമ്പോൾ നമുക്കും വരും. പക്ഷെ അവിടെ ഒരു പബ്ലിക് ടോയ്ലറ്റോ സൗകര്യങ്ങളോ കാര്യങ്ങളോ ഇല്ലാത്ത തക്കത്തിന് നമ്മൾ അതിനനുസരിച്ചുള്ള രീതിയിലായിരിക്കും നമ്മൾ ചെയ്യുക. ഒരു മറ വേണം എല്ലാത്തിനും. ഒരു രഹസ്യമായി അല്ലെങ്കിൽ ഒതുങ്ങിയ ഒരു സ്ഥലത്തൊക്കെ ആയിരിക്കും കാര്യം സാധിക്കുക. പക്ഷെ ഇത് നേരെ റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡാണെങ്കിൽ പിന്നെയും പോട്ടെ എന്ന് വെച്ചു, നേരം റോഡിലേക്കാണ്. ആളുകൾ ഒക്കെ സഞ്ചരിക്കുന്നതാണ്. യാതൊരു ബോധവുമില്ല, എന്തോ കഞ്ചാവോ കള്ളോ ഇനി മയക്കുമരുന്നാണോ ഒന്നും അറിയില്ല. എന്തായാലും അങ്ങനെയൊക്കെ തന്നെ ആവാനേ വഴിയുള്ളൂ. സത്യത്തിൽ അതല്ല, ഞാൻ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ മുതൽ ഇവന്റെ പരിപാടികൾ തുടങ്ങിയപ്പോൾ മുതൽ നോക്കുകയാണ്, ഇത് തീരുന്നില്ല. ഞാൻ ആദ്യം വിചാരിച്ചിട്ട് ഇനി ഫേക്ക് ആണോ, വല്ല ഇനി ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ വല്ല പരസ്യമാണോ എന്ന് വരെ തെറ്റിദ്ധരിച്ചു പോയി. കാരണം സാധാരണ ഒരു മനുഷ്യന് 2 വൃത്തിയോ ഒരു മൂത്രസഞ്ചിയൊക്കെയാണ് ഉള്ളത്, അതിനകത്ത് ക്യാരി ചെയ്യാൻ പറ്റുന്നതിന് ഒരു പരിധിയൊക്കെ ഇല്ലേ. ഇത് എക്സ്ട്രാ ഫിറ്റിങ്സ് ഉള്ളതൊക്കെ പോലെയാണ് തോന്നി. ഒരു മനുഷ്യന് 2 കിഡ്നിക്ക് പകരം ഇനി 4 ഓ 5 ഓ ഒക്കെ ഉള്ള പോലെ എനിക്ക് തോന്നി. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഫീൽ ചെയ്തോ? അല്ല, വീഡിയോ ഞാൻ കുറച്ച് കട്ട് ചെയ്തിട്ടാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്നാൽ പോലും ഇത് എന്താണെന്നറിയില്ല, ഉറവ് പൊട്ടി ഒഴിക്കുന്ന പോലെ. സോ എന്തായാലും കൊള്ളാം. അപ്പോൾ ഇത്തരത്തിലുള്ള എമർജൻസി ആയിട്ടുള്ള ആവശ്യങ്ങൾ, നമ്മളെ പ്രാഥമിക ആവശ്യങ്ങൾ നമുക്ക് ഏത് സാഹചര്യത്തിൽ വേണമെങ്കിലും വരാം. പക്ഷെ അത് നമുക്കൊരു മറ നമ്മൾ കീപ്പ് ചെയ്യും. നമ്മൾ അല്ല, ഇത്തരം കാര്യങ്ങൾ നമുക്കും വരാവുന്നതാണ്. പക്ഷെ നമ്മളെന്ത് ചെയ്യും, ആളുകളൊന്നും ഇല്ലാത്തടത്തേക്കൊന്ന് മാറി, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു മാന്യത കാണിച്ചുകൊണ്ടാണ് ചെയ്യാറ്. പക്ഷെ ഇത് അതൊന്നും അല്ല. ആക്ച്വലി ആ കുട്ടിയുടെ പേടിയെന്ന് വെച്ചാൽ, ഇത്തരത്തിലുള്ള ആളുകളുണ്ട്. ഇവർ ഇങ്ങനെ റോഡ് സൈഡുകളും മറ്റും ഫുട്പാത്തിലൊക്കെ കിടന്നുറങ്ങി രാത്രിയിൽ ഇവർ യാത്ര ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ചെയ്താലോ എന്നാ. കാരണം ഒരു വളരെയധികം ലേസിയായിട്ട് കെയർലെസ് ആയിട്ട് കള്ളോ കഞ്ചാവോ എന്താണ്, ഹെറോയിൻ എന്താണെന്നൊന്നും അറിയില്ല, ഇതൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്ന് കിടക്കുന്നത്. അപ്പൊ നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ആ വീഡിയോയിൽ ആ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുപോലെ പലരും, ഒരു ടൗൺ ഏരിയ ആണ്, അതുകൊണ്ട് തന്നെ പെൺകുട്ടികളും സ്ത്രീകളും മറ്റാൾക്കാരൊക്കെ കടന്നു പോകുന്ന ഒരു റോഡാണ്, അവിടെയാണ് ഇങ്ങനെ ഒരു പരിപാടി ചങ്ങാതി കാണിച്ചു വെക്കുന്നത്. എന്തായാലും പ്രതികരിക്കാൻ മനസ്സ് കാണിച്ച ഓട്ടോറിക്ഷക്കാരനാണെന്ന് തോന്നുന്നു. എന്തായാലും ആ ചേട്ടന് എന്തായാലും അഭിനന്ദനം. എന്തായാലും ഈ ഒരു കാര്യത്തിലൊക്കെ പോലീസ് കുറച്ചുകൂടെ, നമ്മുടെ ഗവൺമെന്റ് കുറച്ചുകൂടെ കാര്യക്ഷമമായിട്ട് കാണിക്കണം. ഇങ്ങനെ തെരുവിലൊക്കെ ഇത്തരത്തിൽ ഉള്ള ആൾക്കാർ കൂടി നിൽക്കുന്ന, അല്ലെങ്കിൽ പുതുതായിട്ട് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ആളുകളുടെ കാര്യത്തിലൊക്കെ കുറച്ചൊരു ഗൗരവമൊക്കെ എടുക്കണ്ട, കുറച്ച് നിയമങ്ങളിലൊക്കെ കുറച്ച് കർശനമാക്കണം. അതെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, പക്ഷെ ആ കാര്യങ്ങൾ കുറച്ചുകൂടെ കാര്യക്ഷമത കാണിക്കേണ്ടതാണ്. എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.